ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് എങ്ങനെ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ബിസ്ക്കറ്റ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ, പ്രത്യേകിച്ച് ഓറിയോ ബിസ്ക്കറ്റ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഓറിയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഉണ്ടാവും. ഇനിയിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും വേറെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് 2 ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ 3 ബിസ്ക്കറ്റിൽ നിന്ന് ഇതിൻ്റെ ക്രീം എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ക്രീം നമുക്കിതൊന്ന് മാറ്റാം. ക്രീം മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റിൻ്റെ പൊടി മാത്രം നമുക്ക് കിട്ടണം. ലാസ്റ്റ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഈ ചോക്ലേറ്റ് പൗഡർ മാത്രം എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്രീം മാറ്റിയത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. നമ്മുടെ മിൽക്ക് ഷേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഈ ബാക്കിയുള്ള ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക. ആദ്യം ബിസ്ക്കറ്റ് മാത്രം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം വേണം നമുക്ക് പാലും ഐസ്ക്രീമൊക്കെ ചേർത്തൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ബിസ്ക്കറ്റ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് കാച്ചിയതിന് ശേഷം നല്ലവണ്ണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഈ പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. വാനില ഐസ്ക്രീം ആയാലും കുഴപ്പമില്ല, ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം അടിച്ചെടുത്ത് വരാം. ഇനി നമുക്ക് ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ വെച്ച് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മിൽക്ക് ഷേക്കാണിത്. ഓറിയോ ബിസ്ക്കറ്റ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിനെ വേണമെന്നില്ല, വേറെ സാധാരണ ബിസ്ക്കറ്റ് എടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ചത് വെച്ചാണ് ഞാനിപ്പോൾ ഇതിവിടെ ഗാർണിഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട് ഞാൻ, അതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ഓറിയോ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.